അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് പൊതുഭരണ വകുപ്പിൽ 6 പാർട്ട് ടൈം സൂപ്പർമാരുടെ ജോലി പോകാൻ കാരണമാകുന്നു. അവരെ പിരിച്ചുവിടാൻ ശുപാർശ വന്നു. പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടേതാണ് ഈ ശുപാർശ. MJ പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകും. പ്രതീഷ്, എന്തായാലും ഈ കാര്യത്തിൽ സർക്കാർ നടപടി തുടങ്ങി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. പറയൂ. SKN തീർച്ചയായും അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ 6 പേർക്കെതിരെ നടപടി വന്നിരുന്നു. 6 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് ഈ മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെയായിരുന്നു ഇന്നലെ നടപടി വന്നത്. ഇതിന് പിന്നാലെയാണ് പൊതുഭരണ വകുപ്പിലെ ജീവനക്കാർക്കെതിരെയും നടപടിക്ക് ശുപാർശ വന്നിരിക്കുന്നത്. പൊതുഭരണ വകുപ്പിലെ 6 പാർട്ട് ടൈം സ്വീപ്പർമാർക്കെതിരെ നടപടി വേണമെന്നതാണ് പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ നിർദ്ദേശം. ഇവരെ പിരിച്ചുവിടണമെന്നും ഇതുവരെ വാങ്ങിയ ഈ ക്ഷേമ പെൻഷൻ 18% പലിശയായി തിരിച്ചു പിടിക്കണമെന്നുമാണ് പ്രധാനമായും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പിരിച്ചുവിടൽ ശുപാർശ നിലവിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ഫയലിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജീവനക്കാർക്ക് എതിരെ സസ്പെൻഷൻ നടപടിയാണ് വന്നിരുന്നതെങ്കിൽ പൊതുഭരണ വകുപ്പിൽ പിരിച്ചുവിടണമെന്ന ശക്തമായ ഒരു നടപടിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു നടപടി നടപ്പിലാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ മാത്രമുള്ള നടപടി സ്വീകരിച്ചാൽ അത് അത്തരത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു സസ്പെൻഷൻ നടപടിയിൽ ഒതുങ്ങുമോ അതോ പിരിച്ചുവിടൽ നടപടിയിലേക്ക് പോകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടും നിർണായകമാകും. പക്ഷേ അതേസമയം ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഏകദേശം 1500ഓളം പേരുടെ പട്ടികയാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവർ നേരത്തെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുകയും പിന്നീട് സർക്കാർ സർവീസിൽ കയറി അതിനുശേഷം വീണ്ടും ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായതോടു കൂടിയാണ് സർക്കാർ നടപടി കടുപ്പിച്ചിരിക്കുന്നത്. SKN.